എല്ലാ പാർട്ടിക്കാരുമായിട്ടും കുടുംബക്കാരായിട്ടും നമ്മൾ ചർച്ച നടത്തി. അതിൽ ജനങ്ങൾ ഉന്നയിച്ച ഡിമാൻഡ് എന്ന് പറയുന്ന ഒന്നാമത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഈ കടുവനെ വെടിവെച്ച് കൊല്ലണം എന്നുള്ളതാണ് ഒരു ഫസ്റ്റ് ഡിമാൻഡ്. അതായത് ഈ പറഞ്ഞതിന്റെ അർത്ഥം എല്ലാവരായിട്ട് ചർച്ച ചെയ്യുന്ന പറഞ്ഞ് എല്ലാവരായിട്ട് ചർച്ച ചെയ്യണ്ടേ? എല്ലാവരായിട്ട് ചർച്ച ചെയ്തു, കുടുംബക്കാരായിട്ട് ചർച്ച ചെയ്തു. അതിൽ പറഞ്ഞ കാര്യമാണ് കടുവേനെ വെടിവെച്ച് കൊല്ലണം എന്നാണെന്ന് നിങ്ങൾ എല്ലാവരും ആവശ്യപ്പെട്ടത്. അത് സംബന്ധിച്ച് ഇപ്പൊ തന്നെ മന്ത്രി ഓഫീസിൽ ഞാൻ ബന്ധപ്പെട്ടു. അവിടെ നിന്ന് ഏകദേശം ഒരു ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞു. വെടിവെച്ച് കൊല്ലാൻ നരഭോജി എന്നുള്ള ഇതിൽ ഉൾപ്പെടുത്തി കടുവനെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് ഇന്ന് തന്നെ നടപടി അല്ല ഞാൻ പറഞ്ഞാല് ഇങ്ങനെ ബഹളം ഉണ്ടാക്കിക്കൊണ്ട് വൈകുന്നേരം വരെ ഇരിക്കണോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ ഒരു കാര്യം പറയുമ്പോ അത് കേക്കണ്ടേ? അതാ ഞാൻ പറഞ്ഞ എല്ലാരും കൂടി ആലോചിച്ചത്. അപ്പൊ അത് തീരുമാനമായി. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാല്, രണ്ടാമത്തെ ജനങ്ങൾ പറഞ്ഞത് വെച്ചാല് ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചു, നാളെ ആൾക്കാർ പണിക്കൊക്കെ ഇറങ്ങണം അല്ലേ? അപ്പൊ അവർക്ക് പ്രൊട്ടക്ഷൻ വേണ്ടേ? പ്രൊട്ടക്ഷൻ വേണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കാവൽക്കാര് RRT ടീമിനെ കാവൽക്കാരെ ഇന്ന് തന്നെ നമ്മൾ ഇത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവരെ തന്നെ വിന്യസിക്കും. RRT ടീമിനെ അങ്ങോട്ട് ഇറക്കും ആ പരിസരത്തേക്ക്. പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പറയാം, അതിന് മുമ്പ് പറയല്ലേ? അല്ല എന്താ ഇത് പറയണ്ടേ? മുൻഗണന അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ പറയുന്നത്. അത് മനസ്സിലാക്കണ്ടേ? അപ്പൊ ജനങ്ങൾക്ക് സുരക്ഷിത വേണമാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. ആ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പൊ കാവൽക്കാരെ RRT ടീമിനെ നമ്മൾ ഇന്ന് തന്നെ ആ പ്രദേശത്തേക്ക് വിന്യസിച്ചത്. കാരണം ഒരാളെ കൊലപ്പെടുത്തിക്കൊണ്ട് ആ പരിസരത്ത് അത് കാണും. അതുകൊണ്ട് നമുക്കതിനെ കാവൽ ഏർപ്പെടുത്തേണ്ട കാര്യമുണ്ട്. അപ്പൊ എന്ന് തന്നെ കാവൽ ഏർപ്പെടുത്തും. അതാണ് രണ്ടാമത്തെ കാര്യം സംബന്ധിച്ച് പറയാനുള്ളത്. മൂന്നാമത്തെ കാര്യം വെച്ചാൽ നമുക്ക് കൂടും കൂടി വെക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ കൂടും കൂടി നമുക്ക് ഇന്ന് തന്നെ കൂട് വെക്കാനുള്ള ഏർപ്പാട് നമ്മൾ പൊതുവായിട്ട് നമ്മൾ തീരുമാനം എടുത്തിട്ടുണ്ട്. പിന്നെയുള്ളത് ഫെൻസിങ്ങിന്റെ കാര്യമാണ്. ഫെൻസിങ്ങിന് ഫെൻസിങ് എന്ന് പറഞ്ഞാൽ ഫെൻസിങ്ങിന് ഞാൻ തന്നെ ഫണ്ട് വെച്ചതാണ്. MLA ഫണ്ട് തന്നെ ഞാൻ തന്നെ വെച്ചിട്ടുണ്ട്. 2-3 വട്ടം നമ്മൾ അത് ടെൻഡർ പോകാത്ത കൊണ്ടാണ് ഡിലേ ആവുന്നത്. ഞാൻ പറയട്ടെ, ഇനി നിങ്ങൾ പറയണ്ട, ഞാൻ പറയട്ടെ. അപ്പോൾ അത് ഒന്നും കൂടി ടെൻഡർ ചെയ്തിട്ട് വേഗത്തിലാക്കാനും, അല്ലെങ്കിൽ ജനങ്ങളെ തന്നെ ആ വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ട്, അതല്ലേ ഇവ മറ്റേ ഇതുണ്ട് VSS ഒക്കെ ഉണ്ടല്ലോ, അവരെ തന്നെ ഏൽപ്പിച്ചിട്ട് ജനകീയ അടിസ്ഥാനത്തിൽ ആ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ആലോചിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെയുള്ളത് ഈ കുടുംബത്തിൻ്റെ ജോലിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ജോലി സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്, ഇപ്പോൾ ഭർത്താവ് താൽക്കാലികമായിട്ട് ഇപ്പോൾ വാച്ചറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പറഞ്ഞിട്ടുള്ളത് മക്കളിൽ ആർക്കെങ്കിലും ഒരു ജോലി കൊടുക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഫോറസ്റ്റുകാരെ അങ്ങനെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അത് മന്ത്രി തന്നെ ആ ഉത്തരവാദിത്തം ഏൽക്കണം എന്നാണ് അവർ പറഞ്ഞത്. ആ ഒരു കാര്യം തീർച്ചയായിട്ടും മന്ത്രിസഭയിൽ അത് ഉന്നയിക്കാനും അത് കൊണ്ടുവരാനും മന്ത്രി തന്നെ മുൻകൈ എടുത്ത് നടപ്പാക്കേണ്ട ഒരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. പിന്നെയുള്ളത് അവരെ സംബന്ധിച്ചുള്ളത് കോമ്പൻസേഷനാണ്. കോമ്പൻസേഷൻ നിലവിലുള്ള 10 ലക്ഷമാണ് നമ്മൾ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് പുറമെ 1 ലക്ഷം കൂടി 11 ലക്ഷം രൂപ നമ്മൾ കൊടുക്കും. 11 ലക്ഷം രൂപ നമ്മൾ കൊടുക്കും. അതിൽ 5 ലക്ഷം നമ്മൾ ഇന്ന് തന്നെ കൊടുക്കും. ബാക്കി അവരുടെ കുടുംബ സർട്ടിഫിക്കറ്റും അവകാശ സർട്ടിഫിക്കറ്റും ഉന്നയിക്കുന്നവർക്ക് ബാക്കി കൂടി നാളെയോ മറ്റന്നാളോ എപ്പോഴാണ് അവർ ലഭ്യമാക്കുന്നത് അപ്പം തന്നെ ആ കാര്യങ്ങളും നമ്മൾ കൊടുക്കും. ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ എല്ലാവരും കൂടി പൊതുവായിട്ട് ആലോചിച്ചിട്ടുള്ളത്.